നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്രയിലാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയുടെ ഭാഗമാകാം, അറിയാമല്ലോ. ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനായുള്ള നമ്പർ ഇതാണ്: 0484283050. ഈ നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് വിളിക്കാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ വാട്സാപ്പ് വഴി ഞങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനും അവസരമുണ്ട്. അതിനുള്ള നമ്പർ 6235968937. ഈ നമ്പറിൽ വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ അയച്ചു തരാം. നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഇപ്പോൾ ഒരു വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പത്തനംതിട്ട തീയാടിക്കലിൽ മദ്യലഹരിയിൽ മകൻ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. പരിക്കേറ്റ 76 വയസ്സുകാരൻ പാപ്പച്ചൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി AV ജയശങ്കറാണ് ഇപ്പോൾ ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് ഈ വാർത്ത എത്തിയത്. മദ്യലഹരിയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. പത്തനംതിട്ട തീയാടിക്കലിലാണ് ഈ സംഭവം. മദ്യലഹരിയിലാണ് മകൻ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. 76 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട തീയാടിക്കലിലാണ് ഈ സംഭവം. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, പറയൂ വിവരങ്ങൾ. അതായത് അച്ഛനെ മകൻ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. പത്തനംതിട്ട നെയ്യാലിക്കലിലാണ് സംഭവം. മർദ്ദനമേറ്റ 76-കാരൻ പാപ്പച്ചൻ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ മകൻ ജോൺസൺ ആണ് ഇത്തരത്തിൽ ഒരു അതിക്രമം അച്ഛന് നേരെ കാണിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു മകന്റെ മർദ്ദനം എന്നാണ് നാട്ടുകാർ നിലവിൽ പറയുന്നത്. ഈ പ്രദേശത്തെ പോലീസ് എത്തിയാണ് ഈ പാപ്പച്ചനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നൊരു ആക്ഷേപമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. എന്തായാലും ഈ അച്ഛൻ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജയശങ്കർ, ഈ മദ്യലഹരിയിലാണ് മർദ്ദനം എന്നുള്ളതാണല്ലോ, ഇത് സ്ഥിരം പരിപാടിയാണ് ഇത്തരത്തിൽ ഈ മർദ്ദനം? അതായത് നിലവിൽ പറയപ്പെടുന്ന അത്തരത്തിലാണ്. നാട്ടുകാരും മറ്റുമാണ് മദ്യലഹരിയിലായിരുന്നു മർദ്ദനമെന്നുള്ള കാര്യം പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിനെതിരെയും ആക്ഷേപമുണ്ട്. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞു, എന്നിട്ട് മൂലം പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയൊക്കെ വരുന്നതോടുകൂടി പോലീസ് ഇടപെടും എന്നാണ് നമ്മളുടെയും കൂടി ഒരു പ്രതീക്ഷ. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഉൾപ്പെടെ വേർഷൻ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. ഇപ്പോഴാണ് ഇത്തരത്തിലൊരു വാർത്ത, ഇത്തരത്തിൽ മകന്റെ മർദ്ദനത്തിൽ അച്ഛൻ ആശുപത്രിയിൽ നിന്നൊരു വാർത്ത പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയോടുകൂടി പോലീസ് ഒരു ഇടപെടൽ നടത്തുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. നമ്മളും അത്തരം രീതിയിൽ പോലീസുമായി ബന്ധപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ശരി ജയശങ്കർ, അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് ഈ സംഭവം. മകൻ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. പിതാവ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടുത്ത വാർത്തയും പത്തനംതിട്ടയിൽ നിന്നാണ്. പത്തനംതിട്ട ഏനാത്ത് KSRTC ബസ്സിൽ മകളോട് മോശമായി പെരുമാറിയ ആളെ കൈകാര്യം ചെയ്ത അമ്മയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും രാധാകൃഷ്ണപിള്ളയെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. നിയമം തോറ്റയിടത്താണോ ഒരു അമ്മയ്ക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്? എന്ത് സുരക്ഷയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്കുൾപ്പെടെയുള്ളത്? AV ജയശങ്കറിന്റെ റിപ്പോർട്ട്. KSRTC ബസ്സിൽ മകൾക്കെതിരെ അതിക്രമം കാണിച്ച ആളെ നേരിട്ട അമ്മയാണിപ്പോൾ നാട്ടിലെ താരം. എങ്ങും അഭിനന്ദന പ്രവാഹം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അടൂർ ഏനാത്ത് വെച്ച KSRTC ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടാകുന്നത്. പിന്നാലെയാണ് വിവരമറിഞ്ഞെത്തിയ അമ്മ പ്രതി രാധാകൃഷ്ണപിള്ളയുടെ മുഖത്തടിച്ചത്. അടിയിൽ പ്രതിയുടെ മൂക്കിന്റെ പാലം തകർന്നു. പ്രതി തനിക്കും മകൾക്കും നേരെ അസഭ്യവർഷം നടത്തിയെന്നും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് മുഖത്തടിച്ചതെന്നും പെൺകുട്ടിയുടെ അമ്മ 24-നോട് പറഞ്ഞു. കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി, അപരിചിതനായ ഒരു വ്യക്തി കുട്ടിയുടെ ശരീരത്തെ പിടിക്കുകയും നിങ്ങൾ എന്തിനാ എൻ്റെ കാലിൽ തൊട്ടതെന്ന് ചോദിച്ച് പ്രതികരിച്ചപ്പോൾ കുട്ടിയോട് വളരെ മോശമായിട്ട് ഇടപെടുകയും അസഭ്യം പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരികയും നമ്മളെ ദേഹോപദ്രവം
ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിന് നമ്മൾ ജീവരക്ഷാർത്ഥം നമ്മളുടെ സ്വയം രക്ഷ നമ്മൾ നോക്കിയുണ്ടായി. പ്രതിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും. ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. തനിക്കെതിരെ കേസെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും അമ്മ. കുറ്റബോധമില്ല, നല്ല ആത്മവിശ്വാസമുണ്ട്, നല്ല സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സമീപനം നമുക്കുണ്ട്. ഇനി ഒരു അമ്മമാർക്കും ഇങ്ങനെ ഉണ്ടാവരുത്, ഒരു പെൺകുട്ടികൾക്കും നേരെ ഇങ്ങനെ അതിക്രമം ഉണ്ടാവരുത്. ബസ്സിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. പോക്സോ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതി രാധാകൃഷ്ണപിള്ളയുടെ പരാതിയിൽ ഉടൻ അമ്മയ്ക്കെതിരെ കേസെടുക്കേണ്ട എന്നാണ് പോലീസ് തീരുമാനം. വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും KSRTC മാനേജിംഗ് ഡയറക്ടറും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്ന നിയമ സംവിധാനം ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ആരെയും കുറ്റം പറയുന്നതില്ല. ഇനിയും മെച്ചപ്പെടാനുണ്ട് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനം. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം AB ജയശങ്കർ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇത്തരത്തിൽ പുറത്തിറങ്ങിയപ്പോൾ പ്രതികരിക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടിക്കും ഇനി ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. അമ്മ ചെയ്ത പ്രവൃത്തി ഇന്ന് നല്ല ഇതാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഇത് തന്നെ ശിക്ഷ കൊടുക്കാനുള്ള വഴിയുള്ളൂ. 100% അമ്മ ചെയ്തതാണ് ശരി. സ്വന്തം മകളെ ഒരു പൊതുനിരത്തിൽ വെച്ച് ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മയല്ല, സ്ത്രീകളല്ല, മനസാക്ഷിയുള്ളവരാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അമ്മയും ചെയ്തത് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് അമ്മയോടൊപ്പമാണ് ആ അമ്മയുടെ മനസ്സിനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ഇങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രവൃത്തി നല്ല പ്രവൃത്തിയാണത്. അത് മൂക്കടിച്ച് പൊട്ടിക്കുകയല്ല, അതിനെക്കാട്ടിൽ ക്രൂരമായ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 24 പ്രേക്ഷക സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ട്. മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ആശംസകൾ നേരുന്നുണ്ട് അബൂബക്കർ ഇബ്രാഹിം. അദ്ദേഹം KSAയിൽ നിന്നാണ് ആശംസ അറിയിക്കുന്നത്. ഷാനു ചോദിക്കുന്നുണ്ട് SKNSR തിരൂരിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ളത്. SKNSR നാളെ രാവിലെ മുതൽ തന്നെ സജീവമായി തിരൂരിലുണ്ടാകും. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നുണ്ട്. പ്രേക്ഷക പങ്കാളിത്തം സജീവമായി തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാ പ്രേക്ഷകരെയും നമ്മൾ മലപ്പുറത്തുള്ള എല്ലാ പ്രേക്ഷകരെയും തിരൂരിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ഒരു റിപ്പോർട്ട്. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 55 ആയിരിക്കുന്നു. കള്ളക്കുറിച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 3 പേർ കൂടി മരിച്ചു. മദ്യ ദുരന്തത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെ വ്യാജമദ്യ മാഫിയ തഴച്ചു വളർന്നതിന്റെ വിലയാണ് ഇന്ന് കള്ളക്കുറിച്ചി നൽകേണ്ടി വന്നത്. കൺമുന്നിൽ നിയമലംഘനം നടന്നിട്ടും സർക്കാർ ഇടപെടലുണ്ടാകാൻ ഒരു മഹാദുരന്തം വേണ്ടി വന്നു. നഷ്ടപരിഹാരം നൽകി നികത്താവുന്നതല്ല കള്ളക്കുറിച്ചിക്ക് സംഭവിച്ച മുറിവ്. കള്ളക്കുറിച്ചിയിൽ നിന്ന് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തം നടന്ന തെരുവിലാണ് ഞാനിപ്പോഴുള്ളത്. സംഭവം നടന്ന 4ാം ദിവസവും മൃതദേഹങ്ങൾ നിലയ്ക്കാതെ പ്രവഹിക്കുകയാണ്. ചുറ്റും ആർത്തനാദങ്ങളും ചന്ദനത്തിരിയുടെയും മൃതദേഹത്തിൽ ചൂടിയ പൂക്കളുടെയും ഗന്ധമാണ്. മരണസംഖ്യ 55 എന്നതാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിവരം. എന്നാൽ കണക്ക് അതിലും ഞെട്ടിക്കുന്നതാണെന്നും സർക്കാർ മറച്ചുവെക്കുന്നതായും ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നു. 27 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട്. 193 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. വ്യാജചാരായം കഴിച്ച പലരും ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കാത്തതും പ്രതിസന്ധി കൂട്ടുന്നുണ്ട്. ഇവിടമാണ് ഇക്കണ്ട മഹാദുരന്തത്തിന് കാരണമായ ഇടം. ഗോവിന്ദരാജും സംഘവും വ്യാജവാറ്റും വിൽപ്പനയും നടത്തിയിരുന്നത് ഇവിടം കേന്ദ്രീകരിച്ചാണ്. ഭയമാണ് പലർക്കും ഇവിടേക്കെത്താൻ. നിലവിൽ വ്യാജമദ്യ വിൽപ്പന കേന്ദ്രം
പോലീസ് പൂട്ടിക്കഴിഞ്ഞു. വിതരണക്കാരും തൊട്ടുമുകളിലുള്ളവരും ജയിലിലായി. എങ്കിലും വ്യാജമദ്യം കള്ളക്കുറിച്ചിയിൽ ഇപ്പോഴും സുലഭം. ഇന്നുപോലും പല വീടുകളിൽ നിന്നും പാക്കറ്റ് ചാരായം കണ്ടെടുത്തു. പോലീസ് കാടടച്ച് റെയ്ഡ് നടത്തുമ്പോഴാണ് സുലഭമായി പാക്കറ്റ് ചാരായം ലഭിക്കുന്നത്. ഇതിനിടെ വ്യാജമദ്യം കഴിച്ചവരുടെ അസ്വസ്ഥപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. என்ன சாப்பிட்டாரு? காலையில் ஒரு பைட் சாராயம் சாப்பிட்டுச்சு. ஒரு பாக்கெட் சாராயம் சாப்பிட்டாரா? எங்க? இங்கதான். കരുനാഗപ്പള്ളിയിലാ? കള്ളക്കുറിച്ചിയിലെ മാത്രം പ്രശ്നമാണിതെന്ന് കരുതിയെങ്കിൽ തെറ്റി. തമിഴ്നാട്ടിലെമ്പാടും ഈ വ്യാജമദ്യ മാഫിയ ആഴത്തിൽ വേരുകളാഴ്ത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ, രാഷ്ട്രീയ, ക്രിമിനൽ മാഫിയ സംഘമാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷൻ വാറ്റുചാരായം വിൽപ്പന കേന്ദ്രത്തിന് 300 മീറ്റർ മാത്രം അകലെയാണ്. കോടതിയും കളക്ടറുടെ ക്യാമ്പ് ഓഫീസും 1/2 കിലോമീറ്ററിനുള്ളിലുണ്ട്. എന്നിട്ടും തടയാനായില്ല ഈ മഹാദുരന്തം. മുകളിലേക്കൊന്നും ഇനി അന്വേഷണം പോകില്ലെന്ന് 100% ഉറപ്പ്. 2 കൊടും ക്രിമിനലുകൾ എങ്കിലും പിടിയിലായതോർത്ത് സമാധാനിക്കാം കള്ളക്കുറിച്ചിക്ക്. ഇക്കാണുന്നതുപോലെ നിരനിരയായി കിടത്തിയ നിരവധി മൃതദേഹങ്ങൾ ഇക്കഴിഞ്ഞ 3 ദിവസത്തിനിടെ കള്ളക്കുറിച്ചിയിൽ ഞങ്ങൾ കണ്ടു. വ്യാജമദ്യം കഴിച്ച് ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി പിടയുന്ന നിരവധി ആളുകളെയും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഭർത്താവോ പിതാവോ സഹോദരനോ നഷ്ടപ്പെട്ട് അനാഥമായ നിരവധി ജന്മങ്ങൾ ഇവിടെ ബാക്കിയാണ്. അവസാനം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരാഗ്രഹം മാത്രം: ഇനിയും ഒരൊറ്റ കള്ളക്കുറിച്ചി പോലും ഈ നാട്ടിൽ ഉണ്ടാകരുത്. ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കള്ളക്കുറിച്ചി. GST കൗൺസിൽ യോഗം ഇന്ന് ഉണ്ടായിരുന്നു. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട GST പരിധിയിൽ ഉൾപ്പെടുത്തും, ആ നിലയ്ക്ക് സ്ലാബുകളിൽ പെടുത്തുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷേ ആ നിലയ്ക്കുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലെ ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് ആ നിലയ്ക്ക് തന്നെയായിരിക്കും വില നിർണ്ണയം തുടരുക എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. നമ്മളിനി പോകുന്നത് തിരൂരിലേക്കാണ്. ടെലിവിഷൻ ചാനലുകളുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് 24. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂർ. ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നാളെയാണ് മലപ്പുറം ജില്ലാ സമ്മേളനം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സമീർ ബിൻ കരീം ഇപ്പോൾ തിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അങ്ങനെ സമീർ, ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു. ആദ്യം മലപ്പുറം ജില്ലയിലാണ്, തിരൂരിലാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടില്ലേ? എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ സമീർ? മുൻവേഷി ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. അന്ന് രാത്രിയോട് കൂടി ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുമെന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന വിവരം. ഞാനിപ്പോഴുള്ളത് നാളെ നമ്മുടെ സമ്മേളനം നടക്കുന്ന ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൻ്റെ താഴ്ഭാഗത്താണ്. ഇവിടെ ഇതുവഴിയായിരിക്കും നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ വന്ന് ഇവിടുന്ന് പാസ് മേടിച്ച് പിന്നീട് അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇവിടെ പ്രേക്ഷകരെ സ്വീകരിക്കാനായി വിവിധങ്ങളായിട്ടുള്ള ബോർഡുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ദീപക് തർമ്മടം ചേരുന്നുണ്ട്. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എന്താണ് പ്രേക്ഷകർക്ക് നമ്മൾ നാളെ നൽകുക? ഒരു കാര്യം സമീർ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, തിരൂരിലെ എത്തുന്ന പ്രേക്ഷകർ ഒരിക്കലും നിരാശരാവില്ല. കാരണം അത്തരം സർപ്രൈസുകൾ മികച്ച ഒരു അനുഭവമായിരിക്കും. കാലത്ത് 9 മണിയോടുകൂടി തന്നെ ഈ SSLC ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ആരംഭിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പ്രേക്ഷക സമ്മേളനം. പ്രേക്ഷക സമ്മേളനത്തിൽ കുടുംബത്തിന് ആസ്വദിക്കാനുള്ള എല്ലാ കലാവിരുന്നുകളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മികച്ച ചില സർപ്രൈസ് സമ്മാനങ്ങളും അതിലുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എല്ലാ പ്രധാന അവതാരകരും SKN ഉൾപ്പെടെയുള്ളവർ SKN എത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് തിരൂരിന് വേണ്ടി, മലപ്പുറത്തിന് വേണ്ടി 24 ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തണം. അവരവരുടെ സീറ്റ് എത്രയും വേഗം ഉറപ്പാക്കാൻ രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് വേഗമല്ലേ അതല്ലേ ചെയ്യേണ്ട സമീറെ? എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. അതിന് വേണ്ടി അവരവരുടെ സീറ്റ് എത്രയും വേഗം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഗംഭീരമായ ഒരുക്കങ്ങളാണ്. നമ്മുടെ 24ൻ്റെ അവതാരകൻ പുലികളെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്ത് 7 മണിക്ക് സ്പെഷ്യൽ മോർണിംഗ് ഷോ ആണ്. SKN നയിക്കുന്ന മോർണിംഗ് ഷോ തുഞ്ചംപറമ്പിൽ നിന്നും, തുഞ്ചത്താചാര്യൻ്റെ ആ പവിത്രമായ മണ്ണിൽ നിന്നും ആരംഭിക്കും. അത് സ്റ്റേഡിയത്തിലൂടെ നീങ്ങും. അത് കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് പോകും, ബിയാൻകോയിലേക്ക് ഒടുവിൽ സമാപിക്കും. ആ രീതിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും പ്രേക്ഷകർക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വന്നാൽ അതൊരു വലിയ നേട്ടമായിരിക്കും, അല്ലേ സമീർ?
തീർച്ചയായിട്ടും നമ്മുടെ 24 ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ തന്നെ പ്രോഗ്രാമുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ പ്രേക്ഷകർക്ക് നഷ്ടമാവാറില്ല. ഇത്തവണ ഈ ആസ്വാദനത്തിനൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ പരിപാടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നാളെ 7 മണിക്ക് നമ്മുടെ മോർണിംഗ് ഷോ തിരൂരിൽ നിന്നും ആരംഭിക്കും. പിന്നീട് 9 മണിക്കായിരിക്കും SSLC മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുക. പിന്നീട് അവരുമായിട്ട് നമ്മുടെ അവതാരകർക്ക് തന്നെ സംസാരിക്കും. അതിനുശേഷം 2 മണിക്ക് നമ്മുടെ പ്രേക്ഷക സമ്മേളനം ആരംഭിക്കും. പ്രേക്ഷകരോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട 24 അവതാരകർ സംവദിക്കും, അവരോട് സംസാരിക്കും, അവരെ നേരിൽ കാണും, അവരോട് കുശലാന്വേഷണം നടത്തും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചില നറുക്കെടുപ്പും സമ്മാനങ്ങളും ഉണ്ട്. അത് പ്രേക്ഷകർ മറന്നുപോകരുത്. പരിപാടിയുടെ അവസാന ഘട്ടത്തിലായിരിക്കും നറുക്കെടുപ്പ്. നറുക്കെടുപ്പിൽ വലിയ സമ്മാനങ്ങളാണ്. ചുരുക്കി പറഞ്ഞ സർപ്രൈസുകൾ മാത്രമാണ് പരിപാടി. സർപ്രൈസുകളുടെ ഒരു വലിയ ഒരു കൂട്ടപ്പൊരിച്ചിലായിരിക്കും. ഓക്കെ, ഏതായാലും പ്രേക്ഷകർക്ക് ഒരുപാടായിട്ടുള്ള സർപ്രൈസുകളാണ് നമ്മുടെ പരിപാടിയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഒട്ടേറെ പ്രേക്ഷകർ സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. സമ്മേളനത്തിന് ആശംസകൾ വരണമെന്നുണ്ട്, പക്ഷേ അബുദാബിയിലാണ്, ഗംഭീരമാകട്ടെ എന്ന് പ്രകാശ് പട്ടാമ്പി പറയുന്നുണ്ട്. ഇതിൽ രാജീവ് ഒരു കാര്യം പറയുന്നുണ്ട്. രാജീവ് രജിസ്റ്റർ ചെയ്തു, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല, അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല രാജീവ്, താങ്കളെ തിരിച്ച് വിളിക്കും. താങ്കൾ രജിസ്റ്റർ ചെയ്താണെങ്കിൽ താങ്കൾക്ക് ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് അറിയിക്കാനുള്ളത്. സുലൈമാൻ അബ്ദുൽ ഖാദറും പ്രേക്ഷക സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നാളെ മലപ്പുറത്ത് തിരൂരിൽ ജില്ലാ സമ്മേളനം നടക്കുന്നു. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കുട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതികൾ എങ്ങുമെത്താതെ ആർക്കും പ്രയോജനമില്ലാതെ മാറിയത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ചേളന്നൂരിൽ നിന്നാണ് ഒടുവിലത്തെ ഉദാഹരണം. പാവപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായി കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ്. KM മാണി ധനമന്ത്രിയായിരിക്കെ ആരംഭിച്ച സാഫല്യം ഭവന പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ട് നശിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനായി നിർമ്മിച്ചതാണ് ഈ ബഹുനില കെട്ടിടം. പദ്ധതി യാഥാർത്ഥ്യമായില്ല എന്ന് മാത്രമല്ല, ഈ കെട്ടിടം കൊണ്ട് നാട്ടുകാർക്കിപ്പോൾ സ്വസ്ഥതയും സമാധാനവും നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു. രണ്ടര ഏക്കർ സ്ഥലത്ത് 66 ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടം. 2011 തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തിയിലൂടെ കെട്ടിടം ഈ വിധത്തിലായത് 2016. പിന്നീട് ഒന്നും നടന്നില്ല. അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് പദ്ധതി പാതിവഴിയിലാക്കിയതെന്ന് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ന്യായീകരിക്കുന്നു. നിർമ്മാണ ചുമതല മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നും വെള്ളം, വൈദ്യുതി, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഗ്രാമപഞ്ചായത്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നുമാണ് ഹൗസിംഗ് ബോർഡ് വിശദീകരിക്കുന്നത്. 2.72 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം കാടുകയറിയും തുരുമ്പെടുത്തും ചിതലരിച്ചും നശിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെയും മോഷ്ടാക്കളുടെയും താവളമായും ഇവിടം മാറി. പ്ലംബിംഗ് പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിരുന്നു. എന്നാൽ പദ്ധതി വൈകിയതോടെ മോഷ്ടാക്കൾ ഇവിടം താവളമാക്കി. ബെല്ലുകൾ, സ്വിച്ച് ബോർഡുകൾ, എന്തിനേറെ പൈപ്പുകൾ തുറന്ന് വയറുകൾ പോലും മോഷ്ടാക്കൾ കടത്തിയിരിക്കുന്നു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ആയിരക്കണക്കിന് വീടില്ലാത്ത ആളുകൾ ഒരു കയറി കിടക്കാനിടയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ കെട്ടിടം വർഷങ്ങളായിട്ട് കാട് പിടിച്ച് ഇന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് റൂമുകളുടെ സൗകര്യമില്ലായും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ അന്ന് കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യക്കേടും മൊത്തത്തിൽ ഒരു അശാസ്ത്രീയമായ ഒരു നിർമ്മാണ രീതിയുടെ ഒരു ദുരന്തപത്രമാണ്. കൂടാതെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കെടുകാര്യസ്ഥത, മാറി മാറി വന്ന സർക്കാരുകളുടെ ഒരു കഴിവുകേടൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് തിരുത്താനുള്ള ഒരു നടപടി പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും അല്ലെ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് മന്ത്രി കൂടിയായ AK ശശീന്ദ്രൻ, സ്ഥലം MLA കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭവന പദ്ധതി നടപ്പാക്കുന്നില്ലെങ്കിൽ കെട്ടിടം പൊളിച്ചുമാറ്റി ഹൗസിംഗ് ബോർഡ് ഭൂമി തിരിച്ചു തരണമെന്നാണ് ഭൂമി വിട്ടു നൽകിയവർ ആവശ്യപ്പെടുന്നത്. പിന്നെ ഇങ്ങനെ വന്നാൽ എവിടുന്ന് കുടിവെള്ളം കിട്ടുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടൊന്നും വലിയ ആദ്യം ഒരു ധാരണയില്ല. കോളനി ബിൽഡിംഗ് അങ്ങോട്ടുണ്ടാക്കി, ഹൗസിംഗ് ബോർഡിൽ കുറേ ഉദ്യോഗസ്ഥന്മാരും മറ്റും മറിച്ച് ഒരു കൊള്ളലാഭം ഉണ്ടാക്കി. അതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പോൾ എന്തായാലും അതൊരു വേണ്ടാത്ത പണിയാണ് അവരന്ന് ചെയ്തിട്ടത്. ആ വേണ്ടാത്ത പണി ഇപ്പോൾ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ നിർജ്ജീവമായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ വരുന്നത്. സർക്കാരിനോട് ആവശ്യപ്പെടെ ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാമല്ലോ, ഒന്നുകിൽ പൊളിച്ച് മാറ്റണം, പൊളിച്ച് ബുൾഡോസർ കൊണ്ടുവന്ന് നിരപ്പാക്കി കളയണം. ഏതായാലും ഇത്രത്തോളം ഒന്നില്ലേ, നഷ്ടമല്ലേ. കെട്ടിടം പഞ്ചായത്തിന് കൈമാറിയാൽ നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഹൗസിംഗ് ബോർഡിനെ സമീപിച്ചിട്ട് 8 മാസമായെങ്കിലും നടപടി ഉണ്ടായില്ല എന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ കെട്ടിടം വിട്ടു നൽകുന്നത് പരിഗണനയിൽ ഇല്ലെന്ന് ഹൗസിംഗ് ബോർഡ് വ്യക്തമാക്കി.
പദ്ധതിയുടെ പൂർത്തീകരണത്തിന് 1.5 കോടി രൂപ കൂടി ആവശ്യമാണെന്നും അതിനായി സർക്കാരിന് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഹൗസിംഗ് ബോർഡ് വിശദീകരിക്കുന്നത്. സ്വപ്ന പദ്ധതി എങ്ങനെ തകിടം മറിക്കാം എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇനിയും സമയമെടുത്താൽ നഷ്ടത്തിന്റെ തോത് വർദ്ധിക്കും. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അങ്ങനെ കോടികൾ ചെലവിട്ട് ഒരു പദ്ധതി കൂടി കാടുകയറി നശിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും പ്രതികരിക്കാനുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഇതിന് അടിസ്ഥാനമായിട്ട് ഒരു വിജിലൻസ് കേസ് ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വിജിലൻസ് അന്വേഷണം നടക്കണം. എന്നാലേ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. ആരൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ വിജിലൻസ് കേസാണ്. പെട്ടെന്ന് പറഞ്ഞാൽ കഴിയില്ലല്ലോ. നിരവധി തവണ അധികൃതരുടെ മുമ്പിൽ ഇതിനെക്കുറിച്ചുള്ള പരാതികൾ ബോധിപ്പിച്ചിട്ടും ഇതിൻ്റെ കാര്യത്തിൽ വളരെ ഫലപ്രദമായി ഇടപെടുന്നതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥലം MLA ആയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് അധികൃതരോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു ദുഃഖസത്യമായി അവശേഷിക്കുകയാണ്. ഈ ഒരു കെട്ടിടം പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ചും നിരാലംബരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക്, ഒരു നേരം ഒരു കൂരയില്ലാത്ത ആളുകൾക്ക് ഒരു നേരം കയറി കിടക്കാനുള്ള ഒരു ആലയമായി ഈ ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് അധികൃത ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്കൊക്കെ നാട്ടുകാരെന്നുള്ള നിലയ്ക്കും മറ്റ് പൊതുപ്രവർത്തകരെന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത് വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6-6:30 മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവിടെ ചീട്ടുകളി, പിന്നെ അങ്ങനത്തെ എന്താ പറയുന്നത്, നമുക്ക് ഒരു 2:30 മണി 3 മണിക്കൊക്കെ ഇവിടെ വാഹനങ്ങൾ വന്നിട്ട് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ പരിസരം തന്നെ ആകെ ഒരു രൂക്ഷമായ ഒരു മലിനീകരണം, പിന്നെ സാമൂഹ്യ വിരുദ്ധർ വാറ്റുന്നത്, പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമായിട്ടാണ് ഇപ്പോൾ സാഫല്യം പദ്ധതിൻ്റെ ഈ ബിൽഡിംഗ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്നുണ്ട്, ഒരു വശത്ത് വീടില്ലാത്ത കുറേ പേർ കഷ്ടപ്പെടുമ്പോഴാണ് സംസ്ഥാനത്തെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ സർക്കാർ കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നത്. ഇതും നമ്മുടെ നികുതി പണമല്ലേ എന്നുള്ള പ്രസക്തമായ ചോദ്യം ഉയരുന്നുണ്ട്. പ്രേക്ഷക സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നുണ്ട്. ആശയുടെ ആശംസ വരുന്നുണ്ട്. എല്ലാവർക്കും ആശംസകൾ, അവതാരകർക്ക് ഉൾപ്പെടെ ആശംസകൾ അറിയിക്കുന്നുണ്ട്. മുനീർ മുഹമ്മദ് 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും എന്ന് അറിയിക്കുന്നുണ്ട്. വിനീത് നാരായണൻകുട്ടി അത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ലേഖ ജയൻ ആശംസകൾ അറിയിക്കുന്നുണ്ട്. രവീന്ദ്രൻ പത്തനംതിട്ട ജില്ലാ സമ്മേളനം എന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രമൻ പിള്ള ഇത്തരത്തിൽ സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. RK മട്ടന്നൂർ എന്ന അക്കൗണ്ടിൽ നിന്ന് ആശംസ വരുന്നു. പവിത്രൻ പാതിരിപ്പറ്റ ഒട്ടേറെ പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നുണ്ട്. എല്ലാ ആശംസകൾക്കും നന്ദി അറിയിക്കുന്നു. മലപ്പുറം തിരൂരിൽ നാളെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ ദിനം പ്രതി നാട്ടിൽ വർദ്ധിക്കുകയാണ്. വനാതിർത്തിയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിൽ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുണ്ടാകുന്ന സംഘർഷം ഒരു പതിവ് സംഭവം പോലെയാണ് ഇപ്പോൾ. ഇത് ലഘൂകരിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയ പദ്ധതികളിൽ പലതും ഇപ്പോഴും ഫയലിൽ തന്നെയാണ്. കുളത്തൂപ്പുഴ ട്രൈബൽ മേഖലയിലെ ജനങ്ങളുടെ ദുരിത ജീവിതത്തിലേക്കാണ് 24ന്റെ ക്യാമറ ഇനി പോകുന്നത്. കുളത്തൂപ്പുഴ പെരുവഴിക്കാലയിലാണ് ഒരു ആദിവാസി സെറ്റിൽമെന്റ് കോളനിയാണ്. വന്യജീവികളുടെ അക്രമം നിരന്തരമായി നേരിടുന്ന മേഖലയാണ് ഈ പെരുവഴിക്കാല. അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പോയി അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാം. കൊല്ലം ജില്ലയിലെ പെരുവഴിക്കാല കാണാൻ അതിസുന്ദരമാണ്. പ്രകൃതി വശ്യത ഓരോ കോണിലും ഒളിപ്പിച്ചിരിക്കുന്നു. മന്ദമരുതൻ്റെ തഴുകലിൽ പോലും ഈണമിടുന്ന ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങൾ. നമ്മളങ്ങനെ ആദ്യ സെറ്റിൽമെൻറ്റ് പ്രദേശമായ കൊളംബിയിലാണ് എത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിന് പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. പക്ഷേ ഈ കൗതുകം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ആൾക്കാരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം തടയാൻ 2021 വനം വകുപ്പ് പ്രത്യേക പദ്ധതി ഇവിടെ തയ്യാറാക്കിയത്. 620 കോടി രൂപയുടേതായിരുന്നു പദ്ധതി. പക്ഷേ പദ്ധതി എവിടെയെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് ഉത്തരമില്ല. കേന്ദ്ര സഹായത്തിനായും പദ്ധതി സമർപ്പിച്ചു. 200 കോടി രൂപ ഇതിൽ അനുവദിച്ചു. അതിൻ്റെ 54% മാത്രമാണ് വനം വകുപ്പിൽ എത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ നിരന്തരമുണ്ടാകുന്ന വന്യജീവി സംഘർഷം ഇന്ന് ജനജീവിതത്തെ
ദുസ്സഹമാക്കുന്നു. കാട്ടുമൃഗത്തിൻ്റെ ശല്യം കാരണം ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല, മക്കളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സ്കൂളോ അംഗനവാടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് മക്കളെ പഠിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആനയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക്. ഭീതിയോട് മാത്രമേ ഇവിടുത്തുകാർക്ക് ഉറങ്ങാൻ കഴിയുന്നുള്ളൂ. കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചെത്തും വരെ മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. ജീവന് ഭീഷണി തന്നെയാണ്. കാര്യം നമ്മൾ പോയി വരവാണ് ബുദ്ധിമുട്ട്. കാര്യം രാത്രി കാലങ്ങളിൽ നമുക്ക് എന്തായാലും ഇതിനകത്ത് കിടക്കുന്നിടത്തോളം കാലം നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഹോസ്പിറ്റലായാലും എന്തായാലും കുളത്തൂപ്പുഴയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് പോകാനുള്ളൊരു ഇതില്ല. കടലിൽ കളഞ്ഞ കല്ലിനും കാട്ടിൽ കെട്ടിയ വേലിക്കും വേണ്ടി ചിലവാക്കിയെന്ന് പറയുന്ന പണത്തിന് യാതൊരു കണക്കും നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഇതൊന്നും അതത് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഉതകുന്നത് ആയിരുന്നില്ല. പ്രകൃതി കൂടുതൽ മനോഹാരിതയാണ് ഈ കുളത്തൂപ്പുഴ വനമേഖലയിൽ. പക്ഷേ ഇവിടെ ജീവിക്കുന്നവരുടെ ജീവിതം അത്ര മനോഹരമല്ല. നിരന്തരമായി വന്യജീവികളുമായി സംഘർഷത്തിലാണ് ഇവിടുത്തെ ജനത. ഈ ജനതയ്ക്ക് ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24 കുളത്തൂപ്പുഴ. ഭീതിയോടുകൂടിയാണ് കഴിയുന്നതെന്നാണ് അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചെത്തുന്നതുവരെ മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി ബുദ്ധിമുട്ടെന്ന് പറയുമ്പം ആനയുടെ രീതിയിൽ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് അത്യാവശ്യം ഒരു ആശുപത്രി കേസ് ഇട്ട് വന്നാലും നമുക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ആനയെ കാണാറുണ്ട്. അതിനെ ഓട്ടിക്കുമ്പോൾ മാത്രമേ നമ്മളെ തിരിച്ച് ഓട്ടിക്കുകയുള്ളൂ. വേറൊരു കുഴപ്പമില്ല. പേടിയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അത് ഭയങ്കര ശല്യമാണ്. എന്തായാലും നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോയാലല്ലേ പറ്റും. കേരളത്തിന് ഒരു എയിംസ് എന്ന ആവശ്യം ഉയർന്നിട്ട് കാലം കുറേയായെങ്കിലും നാളിതുവരെ പദ്ധതി മലയാള മണ്ണിലേക്ക് എത്തുന്നതിന്റെ സൂചനകളൊന്നുമില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കോഴിക്കോട് MP MK രാഘവനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ എയിംസ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. എന്നാൽ വിവാദങ്ങൾ മലബാറിന്റെ എയിംസ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. കോഴിക്കോട് കിനാലൂരിലാണ് സംസ്ഥാന സർക്കാർ എയിംസിനായി ഭൂമി കണ്ടെത്തിയിട്ടുള്ളത്. KSIDCയുടെ പക്കലുണ്ടായിരുന്ന 150 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൈമാറിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള 100 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇടുത്തി പോലെ എയിംസ് വിവാദം ചൂടുപിടിക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിച്ചാൽ അത് കിനാലൂരിൽ എന്നതായിരുന്നു ഇതുവരെയുള്ള പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. പാലക്കാടും തൃശ്ശൂരും കൊല്ലവും ഒക്കെ ചർച്ചകളിൽ നിറയുന്നു. അതിനാധാരം ഈ പ്രതികരണങ്ങളാണ്. കേരളത്തിലെ ഗവൺമെൻറ് പൊതുവായിട്ടുള്ള തീരുമാനം എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. എവിടെയാണ് ഭൂമി? ആദ്യം ഭൂമി കണ്ടേ, മേലെയും സ്ഥാപിക്കാൻ കഴിയില്ലല്ലോ, താഴ്ത്തണ ചെയ്യണ്ടേ, ഭൂമിയുണ്ടേ. ആ ഭൂമി എവിടെയാണ്? അതുകൂടി സുരേഷ് ഗോപി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. മധ്യ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളാണ് ആരോഗ്യമേഖലയിൽ പിന്നിൽ. നിപ്പ ഉൾപ്പെടെയുള്ള രോഗബാധകൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും എൻഡോസൾഫാൻ ബാധിതരുടെ അവസ്ഥയുമാണ് മലബാറിൽ എയിംസിന് പ്രഥമ പരിഗണന നൽകാൻ കാരണം. അത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നിരവധി തവണ ആവർത്തിക്കുകയും ചെയ്തതാണ്. കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയ വിവരം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. പുരോഗതി പരിശോധിക്കാൻ കേന്ദ്ര സംഘം എത്താനിരിക്കെയാണ് വിവാദം പുകയുന്നത്. സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വിവാദങ്ങളിൽ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വരണമെന്നാണ് ഇവിടെയുള്ള എല്ലാവർക്കും ആഗ്രഹം. സ്ഥലവും കാര്യങ്ങളൊക്കെ എത്രയോ ഇവിടെ വിൽക്കാണ്ടൊക്കെ നിൽക്കുക. പ്രശ്നം കൊണ്ട് സ്റ്റേ ആയി നിൽക്കുക. വില്ലേജ് സമ്മതിക്കുന്നില്ല, വീട് വെക്കാൻ സമ്മതിക്കുന്നില്ല, പെർമിറ്റ് കൊടുക്കുന്നില്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. കഷ്ടപ്പാടാക്കി വന്നില്ലെങ്കിൽ അല്ലേ സർക്കാർ ശാശ്വതമായ പരിഹാരം കാണണം. ഇത് ഒഴിവാക്കുക വെച്ചാൽ ജനങ്ങളോടുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ പറയണോ. എയിംസ് നേടിയെടുക്കാൻ കേരളം ഒറ്റക്കെട്ടായി സംസാരിക്കും. പക്ഷേ അനുവദിച്ചാൽ എവിടെ സ്ഥാപിക്കുമെന്നതിലാണ് നിലവിലെ ഭിന്നാഭിപ്രായം. MK രാഘവന്റെ പിടിവാശിക്ക് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമെന്നാണ് BJP ആരോപിക്കുന്നത്. എന്നാൽ എയിംസ് തൃശ്ശൂരിലേക്കോ പാലക്കാട്ടേക്കോ കൊണ്ടുപോകാനുള്ള BJPയുടെ നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് UDFും LDFും മറുപടി നൽകുന്നു. എയിംസ് അനുവദിച്ചാൽ അത് കിനാലൂരിൽ സ്ഥാപിക്കാനുള്ള തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുകയാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പാലക്കാടും തൃശ്ശൂരും കൊല്ലവും ഒക്കെ എയിംസ് ചർച്ചകളിൽ നിറയുന്നുണ്ട്. എന്നാൽ മലബാറിൽ എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കോഴിക്കോട് തന്നെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോഴത്തെ പ്രതീക്ഷയിൽ അത് പോകുന്നതാണ് ഇപ്പം കേൾക്കുന്നത്.
ഇപ്പം ഇവിടെ വരണം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യം. വന്നാൽ നല്ലതാണ്. പിന്നെ നമ്മളെ ഒന്നും പറയാൻ പറ്റിയല്ലോ, ഓരെല്ലാം തീരുമാനിക്കണ്ടേ. ഇവിടെ വന്നാൽ നല്ലതാണ്. എയിംസ് ഒന്നും ഒരിക്കലും കിനാലിൽ വരില്ല. എന്താ വെച്ചാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ സംഭവമല്ലേ. അത് അവിടെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചോണ്ട് സുരേഷ് ഗോപിൻ്റെ സംഭവമാണത്. പുള്ളി മാത്രമേ ചെയ്യൂ. ഇവിടെയുള്ള CPM സംഭവമാണെന്നും പറഞ്ഞ് കാര്യമില്ല. ഒന്നാമത് ഇവിടെ സ്ഥലമായി ആൾക്കാരെ പറ്റിച്ചു, അത്രയേ ഉള്ളൂ. അത് കുറേ ആൾക്കാരെ പറ്റിച്ചു. കുറേ ആൾക്കാർക്ക് ലോൺ എടുക്കാൻ പറ്റില്ല, സ്ഥലം വെക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആക്കി. ഞാനൊരു ആഗ്രഹിക്കുക പറഞ്ഞാൽ കുറേ 100-200 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നൊരു വിഷയം വരും. ഒലിപ്പം ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ വേറെ ഉണ്ട്. സർക്കാർ എന്നത് തീരുമാനിച്ചോട്ടെ. പ്രേക്ഷകർ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. തൗസീഫ് പറയുന്ന പയ്യോളി ദേശീയപാതയുടെ ഭാഗമായി വെള്ളം മുങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. വാഹനങ്ങൾ കടന്നുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള മേഖലകൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. SS മലയിൽ നിന്ന് അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം പ്രസിദ്ധീകരിച്ച മലപ്പുറം ജൂനിയർ ലാംഗ്വേജ് അറബിക് ടീച്ചർ പരീക്ഷയുടെ നിയമനം വളരെ മന്ദഗതിയിലാണ്. ആകെ ഒരു തവണ മാത്രമാണ് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നത് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. തരിശു ഭൂമിയിൽ കൃഷിയിറക്കി എന്നാൽ വിളവെടുക്കാൻ ഭാഗ്യമില്ലാതെ വിഷമത്തിലായിരിക്കുകയാണ് കാക്കനാട് ഈച്ചമുക്കിലെ ഒരു കർഷകൻ. കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് KSEBയുടെ ടവർ ലൈൻ നിർമ്മാണം ആരംഭിച്ചതോടെയാണ് ഓണത്തിനായി ഒരുക്കിയ കൃഷിവിളകൾ പറിച്ചു മാറ്റേണ്ടി വരുന്നത്. കാക്കനാട് റവന്യൂ വകുപ്പ് ഹോർട്ടികോർപ്പിനായി അനുവദിച്ച ഭൂമിയിൽ അധികാരികളുടെ അനുമതിയോടെ നെൽസണും കുടുംബവും വർഷങ്ങളായി കൃഷി ഇറക്കിയിരുന്നു. ഈ വർഷവും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കി. ഇതിനിടെ KSEB ടവർ ലൈൻ സ്ഥാപിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുത്തു. പണി ആരംഭിക്കുന്നതോടെ കൃഷിവിളകൾ പിഴുതുമാറ്റേണ്ടി വരും. അവിടെ ടവർ വരുന്നത് കാര്യം പറഞ്ഞു. പക്ഷേ ടവർ വരുന്നത് നമ്മളൊന്നിനും എതിരല്ല. പക്ഷെ നമ്മളൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാറി ആ കൃഷി ഇറക്കില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഓണം കണ്ട് ചെയ്ത കൃഷിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ ഇതിപ്പോൾ എല്ലാം വന്ന് JCB അടിച്ച് എല്ലാം കളഞ്ഞ് അവരവിടെ ടവർ വെക്കുമെന്ന് പറഞ്ഞു. നമ്മളതൊന്നും ഇതില്ല. നമ്മളൊരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചെയ്യില്ലായിരുന്നത്. കാരണം അത്രയും ആ ഒരു ഏരിയ നമ്മൾ ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മളിത് തരിശായി കിടന്ന ഭൂമി ഇത്രയും നല്ല രീതിയിൽ നമ്മൾ കുറച്ച് 5-6 വർഷം കൊണ്ട് നമ്മൾ ചെയ്യണതാണ്. വെണ്ട നട്ടേക്കണേൻ്റെ അവിടെ വന്നിട്ട് അവർ കുറ്റിയടിച്ച്, അപ്പോൾ വെണ്ടയൊക്കെ പോകില്ലേ, വെണ്ടയും തക്കാളി വഴുതനയൊക്കെ എല്ലാം പോകും. അവരോട് കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഓണം വരെയെങ്കിലും ഒരു സാവകാശം ഇതാ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ശരിയാവില്ല, ഞങ്ങൾ നിർബന്ധിച്ച് അത് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് JCB കൊണ്ടുവന്നു. ടവർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നതായാണ് KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. റവന്യൂ അധികാരികളാണ് ഇതിൻ്റെ ശരിക്കും ഉടമസ്ഥർ. അപ്പോൾ അതിന് അവർ ആർക്കും ഇത് കൊടുത്തിട്ടില്ല. ലീസ് എഗ്രിമെൻറ്റ് പോലും ആയിട്ടില്ല. ഞങ്ങളിവിടെ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴും അന്ന് കുറച്ച് കപ്പകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അന്ന് ഞാൻ പറഞ്ഞിട്ട് പോയതാണ് ഇവിടെ കപ്പകൾ ഇനി വേറെ കൃഷിയൊന്നും ചെയ്തത് ടവർ ഈ ഇത്രയും ഭാഗത്ത് ടവർ വരുന്നതാണ്. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന കർഷകൻ പുള്ളി പറഞ്ഞത് നിങ്ങളിവിടെ ചെയ്യുന്നില്ല, ആ കപ്പ പറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു VFCക്ക്. പിന്നെ അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻ. ടവർ നിർമ്മാണത്തെ എതിർക്കില്ലെന്നും വിളവെടുപ്പ് വരെ സാവകാശം അനുവദിക്കണമെന്നുമാണ് കർഷകന്റെ ആവശ്യം. തരിശു കിടന്ന ഭൂമിയിൽ കൃഷി ഇറക്കി പൊന്നു വിളയിച്ചതാണ് ഈ കർഷകൻ. സ്വന്തം ഭൂമിയല്ലാത്തതുകൊണ്ട് അവകാശവാദങ്ങളില്ല, പക്ഷേ ചെറിയൊരു സാവകാശം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.